ആദിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു കാവായി അഗ്നിയായി തന്നാത്മവർഷം ഹല്ലേലൂയ ഓശാന സ്തോത്രഗീതിയ എല്ലാരും വാഴ്ത്തുന്നൊരത്വൈകനാദം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യാക്കോബിന്റെ കുടുംബത്തിലുണ്ടായ ഒരു ദൈവിക ഇടപെടലിനെ കുറിച്ചാണ്. പഴയ നിയമത്തിൽ അബ്രാഹം, മോശ, പൂർവ്വ യൗസേപ്പ് തുടങ്ങിയവരുടെ വളരെ പ്രകാശം നിറഞ്ഞ ഒത്തിരി സാക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ അത്ര പ്രകാശപൂരിതനല്ലാത്ത ഒരു പിതാവുണ്ട് അവരുടെ കൂട്ടത്തിൽ. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമെന്ന് ദൈവത്തെ പോലും വിളിക്കുന്നു. ഈ മൂന്ന് പിതാക്കന്മാരുടെ പേര് എടുത്തു പറയുന്ന ഒരു പതിവ് യഹൂദരുടെ സംസ്കാരത്തിലുണ്ട്. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. അതിൽ അബ്രാഹം ദൈവത്തോട് വലിയ വിശ്വസ്തത പുലർത്തി വിശ്വാസത്തിന്റെ സാക്ഷ്യം നൽകി ഏതൊരു വിശ്വാസ തീർത്ഥാടകനും മാതൃകയായി സ്വീകരിക്കാൻ പറ്റിയ സ്വഭാവമുള്ള ആളായിരുന്നു. വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഇസഹാക്കിന്റെ ജീവിതത്തിൽ അങ്ങനെ വലിയ എടുത്തു പറയത്തക്ക സാക്ഷ്യങ്ങളോ വലിയ വീഴ്ചകളോ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്നാൽ ഇസഹാക്കിന്റെ പുത്രനായ യാക്കോബിന്റെ ജീവിതത്തിലുണ്ടായ ചില പ്രത്യേകമായ തെറ്റുകൾ മൂലം, തെറ്റായ ശൈലികളും നടപടികളും നിമിത്തം യാക്കോബിന് ജീവിതത്തിൽ ചില ദുരിതങ്ങളുണ്ടായി. അപ്പനായ ഇസഹാക്കിനെ അമ്മയായ റബേക്കായെയും സഹോദരനായ ഏസാവിനെയും വിട്ട് വളരെ വിദൂരത്തുള്ള വാഗ്ദത്ത ഭൂമിക്ക് പുറത്തുള്ള ഹാദാൻ ആരാം എന്ന് പറയുന്ന, എന്നാൽ അബ്രാഹത്തിന്റെ ചാർച്ചക്കാരുടെ നാടായ ആ നാട്ടിൽ 20 വർഷക്കാലം വിപ്രവാസിയായി കഴിയേണ്ടി വന്നു. ആ കാലഘട്ടത്തിൽ യാക്കോബിന് 2 ഭാര്യമാരെ ദൈവം കൊടുത്തു. അവന്റെ കഷ്ടപ്പാടിന്റെ കാലത്ത് അവന് ലഭിച്ച ഈ 2 ഭാര്യമാര്, അതിനെക്കുറിച്ച് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അതില് 31-ാം അധ്യായത്തിൽ 19-ാം തിരുവചനത്തില് അവന്റെ ഭാര്യമാരിൽ ഒരാളായ റാഹേൽ എന്ത് ചെയ്തുവെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 31-ാം അധ്യായത്തിന് 19-ാം തിരുവചനത്തില് റാഹേൽ തന്റെ പിതാവിന്റെ കുലദേവന്മാരുടെ വിഗ്രഹങ്ങളെല്ലാം കട്ടെടുത്തു. എന്നിട്ട് ഈ കുലദേവന്മാരുടെ വിഗ്രഹങ്ങൾ ഒക്കെ എടുത്തുകൊണ്ടാണ് അമ്മായിയപ്പന്റെ അടുത്തുനിന്ന് ഒളിച്ചോടി ഭാര്യമാരെയും കൂട്ടി വാഗ്ദത്ത ഭൂമിയിലേക്ക് തിരിച്ചു വരുന്ന യാക്കോബിന്റെ കൂടെ ഈ ഭാര്യമാരും പോകുന്നത്. ലയ, റാഹേൽ എന്നീ 2 ഭാര്യമാര്, ബിൽഹാസ്, സിൽഫ എന്നീ 2 ഉപനാര്യമാര്, അവരിലുണ്ടായ മക്കൾ, അവരൊക്കെ ആയിട്ടാണ് തിരിച്ചു വരുന്നത്. ഒത്തിരി സമ്പത്തും 20 നീണ്ട വർഷക്കാലം കൊണ്ട് യാക്കോബിനുണ്ടായി. യാക്കോബ് ഒരിക്കലും ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തിരുഹിതത്തിന് വിരുദ്ധമായി വിഗ്രഹ ആരാധനയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായ വിശ്വാസാചാരാനുഷ്ഠാനത്തിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷേ വിപ്രവാസ കാലത്ത് അവന്റെ അമ്മാവന്റെ
മക്കളെ ഭാര്യമാരായി കിട്ടിയപ്പോൾ പാതാൻ ആരാമിൽ നിലനിന്നിരുന്ന വിഗ്രഹാരാധനയുടെയും അതുപോലെ അന്യദൈവ ആരാധനയുടെയും ബഹുദൈവ ആരാധനയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ വന്ന ലാബാന്റെ മക്കളുടെ സ്വഭാവം യാക്കോബിന്റെ ജീവിതത്തെ അല്പം ബാധിച്ചു. നമുക്കറിയാം, അബ്രാഹത്തെ ദൈവം കാനാനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഊർദേശത്തെയോ ഹാരാനിലെയോ യാതൊരു തരത്തിലുള്ള വിഗ്രഹാരാധനയുടെ സ്വാധീനമില്ലാത്തവനായി ഏകദൈവ വിശ്വാസത്തിലും ഏകദൈവ ആരാധനയിലും അടിയുറച്ചവനായിട്ട് വളർത്തിക്കൊണ്ടുവരാനാണ്. അങ്ങനെ വഴിപിഴച്ചു പോയ മാനവ സമൂഹത്തെ രക്ഷിക്കാൻ ദൈവപുത്രൻ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ വിശ്വാസികൾ ഒരു സമൂഹത്തെ രൂപീകരിക്കുന്ന ദൈവം അതിന് ശുദ്ധവിശ്വാസമുള്ള, വഴിതെറ്റിയ വിശ്വാസമില്ലാത്ത, അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഇല്ലാത്ത ഒരു വിശുദ്ധ ജനതയെ ഒരുക്കി. ആ ജനതയിൽ നേതൃത്വം കൊടുക്കേണ്ട അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും വളരെയേറെ ജീവിത വിശുദ്ധി ഉണ്ടായിരിക്കണം. ഏകദൈവ കേന്ദ്രീകൃതമായ ഒരു ആത്മീയത ഉണ്ടായിരിക്കണം. ആചാരാനുഷ്ഠാന ശൈലി ഉണ്ടായിരിക്കണം. പക്ഷേ ലാബാന്റെ നാട്ടിൽ വെച്ച്, അതായത് യാക്കോബിന്റെ അമ്മാവനായ ലാബാൻ, ആ ലാബാന്റെ നാട്ടിൽ വെച്ച് അവന് ലഭിച്ച ഈ ഭാര്യമാരിലൂടെ ചില അന്യദൈവ ആരാധനയുടെ അംശങ്ങളും ഇവന്റെ കുടുംബത്തിലേക്കും കുടുംബ പശ്ചാത്തലത്തിലേക്കും പ്രവേശിക്കാനിട വന്നു. ഞാനിവിടെ ഒരു നിമിഷം നിന്നിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കുടുംബജീവിതം, സാമൂഹ്യ ജീവിതം, വിശ്വാസ ജീവിതം, ആ മേഖലയിലേക്കൊന്ന് നോക്കാൻ വേണ്ടി ഒരു ചിന്ത അവതരിപ്പിക്കട്ടെ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മാമോദീസ വഴി സഭയിൽ അംഗങ്ങളായിരിക്കുന്നവർക്ക് അങ്ങനെ യേശുവുമായി ഒരു വിശ്വാസ ബന്ധമില്ലാത്ത, കൂദാശ ബന്ധമില്ലാത്ത, സഭാ ബന്ധമില്ലാത്ത വ്യക്തികളെ വിവാഹം വഴി സ്വീകരിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മിശ്രവിവാഹത്തെക്കുറിച്ച് ഏറ്റവും ഉയർന്ന തരത്തിൽ ചിന്തിക്കുകയും അത് പ്രഖ്യാപിക്കുകയും അത് വളരെ നല്ലതാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുക. മറ്റു മതങ്ങളിൽപ്പെട്ടവരെയെല്ലാം കുറ്റപ്പെടുത്താനോ അവരെല്ലാം പിഴച്ചവരാണെന്ന് പറയാനോ അവരാര് നല്ലവരല്ലെന്ന് പറയാനോ അല്ല ഞാനിപ്പോ ഇത് പറയുന്നത്. അങ്ങനെ പറയാനും പാടില്ല. മറ്റ് മതങ്ങളിൽപ്പെട്ടവരെ കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല സുവിശേഷ വേലയുടെ ദൗത്യം തന്നെ. പക്ഷേ യേശുവിൽ മാമോദീസ വഴി വീണ്ടും ജനിക്കുന്ന എല്ലാ വിശ്വാസികളും അവരുടെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. അത് പൗരോഹിത്യോ സന്യാസോ കുടുംബജീവിതമോ ആകാം. പൗരോഹിത്യ സന്യാസവും അത് സഭാ ശുശ്രൂഷയുടെ ഭാഗമായി പൗരോഹിത്യ പട്ടം എന്ന കൂദാശ വഴി, വ്രതവാഗ്ദാനം എന്ന ഒരു ശുശ്രൂഷ വഴി, ഒരു സമർപ്പണ വ്രതവാഗ്ദാനം വഴി, ഒരു നേർച്ച വഴി ആരംഭിക്കുന്നു. വിവാഹ കൂദാശ മാമോദീസ സ്വീകരിച്ചവര് സ്വീകരിക്കുന്ന ഒരു കൂദാശയാണ്. മാമോദീസ സ്വീകരിച്ച് യേശുവുമായി ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു വിശ്വാസി മാമോദീസ സ്വീകരിക്കാത്ത, അങ്ങനെ ഉടമ്പടി ബന്ധമില്ലാത്ത ഒരാളെ വിവാഹം ചെയ്താൽ എന്താണ് കുഴപ്പമെന്ന് സാമൂഹ്യമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ വിശദീകരണമോ അങ്ങനെ ചോദിക്കുന്നവർക്ക് തൃപ്തികരമായ ഉത്തരമോ നൽകാൻ പറ്റില്ല. കാരണം സാമൂഹ്യമായിട്ടുള്ള ഇതുപോലുള്ള മേഖലകളിൽ അങ്ങനെയുള്ള വിവാഹങ്ങൾ ശ്ലാഘനീയമാണ്. അതെല്ലാവരും സ്വീകരിക്കുന്നു, അതിനെ അംഗീകരിക്കുന്നു. സമൂഹത്തിന്റെ പൊതു സ്വഭാവം അതാണ്. പക്ഷെ വിശ്വാസികളുടെ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ സഭയുടെ മക്കൾക്ക് അതിന് വിപരീതമായത് ആകണമെന്നില്ല. അതിന് വ്യത്യാസപ്പെട്ട ഒരു ശൈലി ഉണ്ടാകണം, ഒരു ബോധ്യമുണ്ടാകണം, ഒരു ജീവിതക്രമം ഉണ്ടാകണം. മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തിക്ക് മാമോദീസ സ്വീകരിച്ച സഭയിൽ അംഗമായ യേശുവിനെ മുറുകെ പിടിക്കുന്ന ഒരാളെ വിവാഹം ചെയ്യാൻ അനുവാദമുള്ളൂ, യേശുവിന്റെ പ്രബോധനമനുസരിച്ചും സഭയുടെ പ്രബോധനമനുസരിച്ചും. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 6-ാം തിരുവചനത്തില് ഈശോ ഇങ്ങനെ ഒരു പ്രബോധനം നൽകി. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത് എന്ന് പറഞ്ഞതിന്റെ മറുവശം എന്താണ് ഈശോ പറയുന്നത്? ദൈവം യോജിപ്പിക്കാത്തത് മനുഷ്യൻ യോജിപ്പിക്കരുതെന്നും കൂടിയല്ലേ? അപ്പോൾ ദൈവം യോജിപ്പിക്കാത്ത പല വിവാഹങ്ങളും പലയിടത്ത് നടക്കുന്നുണ്ട്. അത് സാമൂഹ്യമായി നോക്കിയാൽ മിശ്രവിവാഹം, മതസൗഹാർദ്ദം, അതുപോലെ വിശാലമായ കാഴ്ചപ്പാട് എന്നൊക്കെ പറഞ്ഞതിനെ നമുക്ക് അഭിനന്ദിക്കാൻ, അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് തോന്നുമായിരിക്കും.
പക്ഷെ വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് പോകാനും ആത്മീയ ജീവിതത്തിന്റെ ഔന്നത്യങ്ങളിലേക്ക് ഉയരാനും വിശ്വാസികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവര് യേശുവിന്റെ പ്രബോധനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇങ്ങോട്ട് പോകണം. ഓരോ വചനത്തിന്റെയും ഉള്ളിലിരിക്കുന്ന ജീവൻ യേശുവിലൂടെ നമ്മിലേക്ക് വരണമെങ്കിൽ ആ വചനത്തിന്റെ സന്ദേശപ്രകാരം തന്നെ നമ്മൾ ജീവിക്കുകയും ചെയ്യണം. വചനം പറയുന്നതൊന്ന്, നമ്മുടെ ജീവിതം മറ്റൊന്നാണെങ്കിൽ വചനത്തിന്റെ ജീവൻ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അബ്രാഹത്തിന് കിട്ടിയ വാഗ്ദാനത്തിന്റെ അഭിഷേകം പ്രാപിക്കാത്ത, എന്നാൽ അബ്രാഹത്തിന്റെ വംശത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലേക്കാണ് ഇസഹാക്ക് ഒരു ജീവിത പങ്കാളിയെ തേടി കടന്നു ചെല്ലുന്നത്. ഇസഹാക്കിന് ഭാര്യയാക്കിയിട്ട് റബേക്കായുടെ ആങ്ങള ലാബാൻ. റബേക്കായുടെയും ലാബാന്റെയും അപ്പന്റെ പേര് ബെത്തുവേൽ. ഈ ബെത്തുവേൽ ആരാണ്? അബ്രാഹത്തിന്റെ പിതാവായ ഹേരാഹിന്റെ പുത്രനായ നാഹോറിന്റെ ഭാര്യ മിൽക്ക. നാഹോറിനും മിൽക്കായ്ക്കും ഉണ്ടായ പുത്രനായ ബെത്തുവേൽ. ആ ബെത്തുവേലിന്റെ മകളാണ് റബേക്ക, മകനാണ് ലാബാൻ. ആ ലാബാന്റെ 2 മക്കൾ റാഹേലും ലയായും. അവരെയാണ് യാക്കോബിന് ഭാര്യമാരായി കിട്ടിയത്. അന്നത്തെ കാലത്ത് ഇങ്ങനെ ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹം നടക്കും. കാരണം തേരാഹിന്റെ പുത്രനായ ഹാരാൻ മരിച്ചുപോയി, അബ്രാഹത്തിന്റെ സഹോദരൻ. പിന്നെ ഒരാള് നാഹോറാണുള്ളത്. ഈ നാഹോർ കല്യാണം കഴിച്ചത് ഈ ഹാരാന്റെ മകളായ മിൽക്കയാണ്. അപ്പൊ മിൽക്കായിലും നാഹോറിലുണ്ടായ പുത്രനാണ് ബെത്തുവേൽ. ആ ബെത്തുവേലിന്റെ മക്കളാണ് റബേക്കായും ലാബാനും. ആ ലാബാന്റെ മക്കളാണ് ലയയും റാഹേലും. അവർ രണ്ടുപേരും അബ്രാഹത്തിന് ദൈവം കൊടുത്ത വാഗ്ദാനത്തിന്റെ വിശുദ്ധിയുള്ള അഭിഷേകമുള്ള മേഖലയിലല്ല ജീവിച്ച് പോന്നത്. അതുകൊണ്ട് തന്നെ പാദാൻ ആരാം എന്ന ദേശത്തെ വിഗ്രഹാരാധനയുടെ ശൈലിയുമായിട്ടാണ് അവര് യാക്കോബിന്റെ ജീവിതത്തിലേക്ക് വന്നത്. ഇനി ഒന്നുകൂടി ചിന്തിക്കുക. യാക്കോബ് തന്റെ പിതാവായ ഇസഹാക്കിനോടും അമ്മയായ റബേക്കായോടും കൂടെ ദൈവം വാഗ്ദാനം കൊടുത്ത് അഭിഷേകം ചെയ്തു കൊടുത്ത കാനാൻ ദേശത്ത് അബ്രാഹത്തിന്റെ കൂടെ കഴിഞ്ഞിരുന്നിരുന്നെങ്കിൽ ഒരുപക്ഷേ ഈ ബെത്തുവേലിന്റെ മകനായ ലാബാന്റെ നാട്ടിലെ വിഗ്രഹാരാധനയുടെ ശൈലികള് ഒരുപക്ഷെ യാക്കോബിന് ഉണ്ടാവില്ലായിരുന്നു. യാക്കോബിന്റെ ഭാര്യമാരിലുള്ള ഈ വിഗ്രഹാരാധനയുടെ ശൈലികളെ തിരുത്താനായിട്ട് യാക്കോബിന് പറ്റുമായിരുന്നു. 20 വർഷക്കാലം പാദാൻ ആരാമിലുണ്ടായിട്ടും യാക്കോബിന് ഒരിക്കലും തന്റെ അമ്മായിയപ്പനെയോ അമ്മായിയപ്പന്റെ മക്കൾ തന്റെ ഭാര്യമാരെ വന്നവരെയോ സത്യവിശ്വാസത്തിന്റെ വെളിച്ചത്തിലേക്ക് ദീപ്തിപൂരത്തിലേക്ക് നയിക്കാൻ പറ്റിയില്ല. കാരണം എന്താ? ഒരു പാപത്തിന്റെ കറപേറുന്നവനായിട്ടാണ് യാക്കോബ് അവിടെ കഴിയുന്നത്. സഹോദരൻ ഏസാവിനെ വഞ്ചിച്ച പാപത്തിന്റെ കറപേറി നീണ്ട 20 വർഷക്കാലം നൊന്തുരുകി ആ കൊടും ചൂടത്തും കൊടും തണുപ്പത്തും കഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്ന യാക്കോബ് അന്നന്നത്തെ അപ്പത്തിനു വേണ്ടി അധ്വാനിച്ചു. പിന്നെ അതിൽ നിന്ന് സമ്പത്ത് ഒത്തിരിയേറെയായെങ്കിലും ആത്മീയ സമ്പത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുകയോ വളരുകയോ ചെയ്തില്ല. പിന്നീട് ഈ പാപത്തിന്റെ ശാപങ്ങളെല്ലാം യാക്കോബിന് വിട്ടുപോയത് യാബോക്ക് എന്ന കടവിന് വന്നപ്പോൾ ദൈവവുമായിട്ടൊരു മൽപ്പിടുത്തത്തിലൂടെ ദൈവം അവനെ വിശുദ്ധീകരിച്ച് അഭിഷേകം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമെന്ന് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിന്റെ 29-ാം തിരുവചനത്തിലെ ദൈവം യാക്കോബിനെ ആശീർവദിക്കുന്ന അവസരം, അനുഗ്രഹിക്കുന്ന അവസരം. അതിനുശേഷമാണ് യാക്കോബിന് ഈ അഭിഷേകം കിട്ടിയത്. എന്നാൽ അതിനു മുമ്പ് അവന്റെ കൂടെ ജീവിച്ച ഈ റാഹേലിനും ലേയായ്ക്കും 2 ഭാര്യമാർക്കോ ഉപനാരിമാരായ ബിൽഹ, സിൽഫ എന്നിവർക്കോ അവരിലുണ്ടായ 11 മക്കൾക്കോ ഒന്നും ഈ അഭിഷേകം ആ സമയത്ത് വരുന്നില്ല. അതിന്റെ അഭിഷേകക്കുറവ് പിന്നീട് ഈ മക്കളെയൊക്കെ ബാധിക്കുന്നുണ്ട്. റൂബൻ, ലേവി, ശെമിയോൻ എന്നവരൊക്കെ ഒത്തിരി തിന്മ പ്രവർത്തിച്ചവരാണെന്ന് ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തില് യാക്കോബ് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അവരുടെ പാപത്തിന്റെ ഫലമായി അവർ ശാപം പേറുന്നവരായതുകൊണ്ട് കടിഞ്ഞൂൽപുത്ര സ്ഥാനത്തേക്ക് പോലും അവർ ഉയർത്തപ്പെടാൻ പറ്റാത്തവരായിപ്പോയി. ക്രൂരതയും മ്ലേച്ഛതയും ഒക്കെ അവരിൽ വന്നുവിട്ടു. അതുകൊണ്ട് ഇതാ ഇപ്പോൾ നമ്മൾ മറ്റൊരവസ്ഥയിലേക്ക് വരികയാണ്. ഈ യാക്കോബ് വിവാഹം ചെയ്ത ഈ 2 ഭാര്യമാരും അവരുടെ കുലവിഗ്രഹങ്ങളിൽ എടുത്തുകൊണ്ട് പോകുന്നുവെന്ന് പ്രത്യേകിച്ച് റാഹേല് ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിന്റെ 19-ാം തിരുവചനത്തിൽ കാണുന്നു. അവളുടെ കുലവിഗ്രഹം എടുത്തുകൊണ്ട് പോകുന്നു. അതായത് ഒരു വ്യക്തിയെ ദൈവം വിശുദ്ധിയിലേക്ക് വിളിക്കുമ്പോൾ
ദൈവം നൽകാത്തത്, ദൈവം ആശീർവദിക്കാത്തത്, ദൈവം അനുവദിക്കാത്തത് എന്തെങ്കിലും ആ വ്യക്തിയുടെ കൈവശമിരിക്കുന്നുണ്ടെങ്കിൽ, ഉള്ളിലുണ്ടെങ്കിൽ, ആ കൈവശമിരിക്കുന്നതും ഉള്ളിലിരിക്കുന്നതും ആ വ്യക്തിയെ സ്വാധീനിക്കും, നിയന്ത്രിക്കും. അതിലൂടെ അയാൾ നശിപ്പിക്കപ്പെടും. ദൈവം അനുവദിക്കാത്തത്, ആശീർവദിക്കാത്തത്, അംഗീകരിക്കാത്തത്, ഇതൊക്കെ തന്നെയാണ് നമ്മൾ നടപടി പുസ്തകത്തില് അപ്പസ്തോല പ്രവർത്തനങ്ങള് അനന്യാസിന്റെ സഫീറായുടെ ജീവിതത്തിൽ ഒരു മഹാദുരന്തത്തിൽ എത്തിയതിന്റെ പിന്നെ നമ്മൾ കാണുന്നത്. അവരുടെ സമ്പത്ത് അവരുടേതായിരുന്നു. അത് ദൈവത്തിന് കൊടുക്കാനായിട്ട് അവര് തുനിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആശീർവാദ സമ്പത്തിൽ വരുന്ന വിധത്തിലല്ല കൊടുക്കൽ നടത്തിയത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഭാഗികമായ സ്വത്ത് മാറ്റിവെച്ചിട്ട്, മറച്ചു വെച്ചിട്ട്, ഒരു നുണ പറഞ്ഞ് കുറച്ച് സമ്പത്ത് മാത്രം കൊണ്ടുപോയി അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വെക്കേണ്ട ഒരു പാപം അവർ ചെയ്തു. അങ്ങനെയുള്ള ആ പാപത്തിന്റെ ദുരന്തഫലം എന്തായിരുന്നു? രണ്ടുപേരുടെ ജീവനാശമായിരുന്നു എന്നാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം ആശീർവദിക്കാത്തത്, അനുവദിക്കാത്തത്, ദൈവം അംഗീകരിക്കാത്തത്, ദൈവം തരാത്തത് നമ്മിൽ എന്തുണ്ടോ അതിലൂടെ നമ്മൾ നാശമടയും. അതുകൊണ്ടൊക്കെ തന്നെയാണ് അബ്രാഹത്തിന്റെ പുത്രനായ ഇസഹാക്കിനെ ദൈവം കൊടുത്തതാണെങ്കിലും ആ ഇസഹാക്കിനെ മോറിയ മലയിൽ കൊണ്ടുപോയി ബലിയർപ്പിക്കണം ദൈവം പറഞ്ഞത്. അബ്രാഹത്തിന്റെ പുത്രനായ ഇസഹാക്കിനെ ദൈവം കൊടുത്തതാണ്. പക്ഷെ ഇസഹാക്ക് ദൈവത്തിന് പകരം അബ്രാഹത്തിന്റെ മനസ്സിൽ കയറിക്കൂടി. മനസ്സ് കയറിയാൽ അബ്രാഹത്തിന്റെ ആത്മാവിൽ വസിക്കേണ്ട ദൈവത്തിന്റെ സ്ഥാനവും കൂടെ നഷ്ടപ്പെടും. ദൈവോന്മുഖത വെടിയും, ദൈവിക ചൈതന്യം നഷ്ടപ്പെടും. അതുകൊണ്ട് ഉപേക്ഷിക്കാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തുടർന്ന് ഈ വിഷയം ധ്യാനിക്കുവിനെയും അടുത്ത എപ്പിസോഡില് യാക്കോബ് തന്റെ കുടുംബാംഗങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടുമായി പറഞ്ഞു, നിങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ദൂരെ കളയുക. അതാണ് ഉൽപ്പത്തി 35 അധ്യായത്തിന്റെ 2-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ ഈ ധ്യാന നിമിഷങ്ങളിൽ യാക്കോബ് കുടുംബാംഗങ്ങളോട് പറഞ്ഞ ആ വാക്ക് നമ്മളോട് തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളോടും പറയണം. നിങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ദൂരെ കളയുക. ദൈവമല്ലാത്തത് എന്തുണ്ടോ അത് ദൂരെ കളയണം, ഉപേക്ഷിക്കണമെന്ന്. ആ ഉപേക്ഷിക്കാൻ പറഞ്ഞതിന് ശേഷമുള്ള സംഭവങ്ങൾ നമ്മൾ തുടർന്ന് ധ്യാനിക്കും. ഇന്ന് ഇത്രയും നമ്മൾ മനസ്സിലാക്കുക. യാക്കോബ് ദൈവികമല്ലാത്ത ഒരു വഴിയിലൂടെ ചലിച്ചപ്പോഴാണ് ഒരു മഹാദുരന്തത്തിൽ പോയി വീണത്. ആ ദുരന്ത കയത്തിൽ കിടന്ന് കൈകാലിട്ടടിച്ച യാക്കോബിന്റെ കയ്യിൽ കിട്ടിയതും സ്വന്തമാക്കിയതും പലതും അഭിഷേകമില്ലാത്തതായിരുന്നു. കാര്യം അബ്രാഹത്തിന്റെ ചാർച്ചക്കാരിൽപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് ഭാര്യമാരെ കിട്ടിയതെങ്കിലും അവര് വാഗ്ദത്ത ഭൂമിയുടെ അഭിഷേക അവസ്ഥയിലേക്ക് ഉയർത്തപ്പെട്ടിരുന്നില്ല. അഭിഷേകത്തിന്റെ വാഗ്ദാന വചനങ്ങളൊന്നും പാതാൻ ആരാമിലുള്ള ബത്തുവേലിനോ അല്ലെങ്കിൽ ലാബാനോ കിട്ടിയിരുന്നില്ല. അതുകൊണ്ടല്ല ലാബാന്റെ മക്കൾക്കും കിട്ടിയിരുന്നില്ല, റാഹേലിനും ലേഹയ്ക്കും കിട്ടിയില്ല. അവരെ കല്യാണം കഴിച്ച യാക്കോബിന് അവരെ വിശ്വാസത്തിന്റെ വെളിച്ച നിറവിലേക്ക് നയിക്കാനും പറ്റിയില്ല. ഇപ്പോൾ ഇതാ യാക്കോബ് വാഗ്ദത്ത ഭൂമിയിലെത്തി. ഇപ്പോൾ ബേഥേലിലെത്തിയിരിക്കുകയാണ്. അവിടെ വാസമുറപ്പിക്കുന്നതിന് മുൻപ് ദൈവാനുഗ്രഹത്തിന്റെ നിറവുള്ള ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കുടുംബാംഗങ്ങളോട് പറയുന്നു, നിങ്ങളുടെ കൈവശമിരിക്കുന്ന വിഗ്രഹങ്ങളെല്ലാം ദൂരെ കളയുക. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരും ദൈവികമല്ലാത്തത്, ദൈവം ആശീർവദിക്കാത്തത്, ദൈവം അനുവദിക്കാത്തത്, നമ്മുടെ മനസ്സിലിരിക്കുന്നത്, നമ്മുടെ ആത്മാവിൽ പ്രവേശിച്ച് നമ്മുടെ ജീവിത ശൈലിയായി മാറിയത്, നമ്മുടെ കൂട്ടായ്മയുടെ ശൈലിയായി മാറിയത്, അതൊക്കെ ഉപേക്ഷിക്കണം. ആ ഉപേക്ഷയിലേക്ക് വരുമ്പോഴാണ് ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളെ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന വേളയിൽ ഞങ്ങളെയൊക്കെ പ്രകാശിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ആത്മാവ് ജ്വലിക്കുന്നുണ്ടായിരുന്നു. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാര് അവരങ്ങിൽ നിന്ന് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചിരുന്നതായി അവർ തന്നെ പിന്നീട് വെളിപ്പെടുത്തി. ഞങ്ങളുടെ ഹൃദയം ജ്വലിക്കുന്നുണ്ടായിരുന്നു നിമിഷങ്ങളിൽ. വചനം പ്രഘോഷിച്ച എന്നെയും കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരും ഇപ്പോൾ ഹൃദയ ജ്വലനത്തിന്റെ നിറവിലേക്കും പ്രകാശത്തിന്റെ നിറവിലേക്കും നയിക്കണമേ. ഞങ്ങളിലുള്ള ഇരുട്ട് പൂർണ്ണമായി മാറ്റുന്ന ഒരു വലിയ ജ്വലനം ഞങ്ങളുടെ ഉള്ളിൽ നടക്കട്ടെ കർത്താവേ. യാക്കോബ് തന്റെ കുടുംബാംഗങ്ങളോട് പറഞ്ഞ വചനം ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളിതാ കുറിക്കുന്നു. നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന വിഗ്രഹങ്ങളെല്ലാം ദൂരെ കളയുക. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ പദ്ധതിക്ക് വിരുദ്ധമായി, അങ്ങയുടെ തിരുവിഷ്ടത്തിനെതിരായി പലവിധത്തിലുള്ള തിന്മ നിറഞ്ഞ വിഗ്രഹങ്ങളെയും മനോഭാവങ്ങളെ, ശൈലികളെ, ചില കർമ്മങ്ങളെ, ചില ബന്ധങ്ങളെ, ബന്ധ തകർച്ചകളെ, ചില തെറ്റായ ബോധ്യങ്ങളൊക്കെ ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ അതെല്ലാം ദൂരെ വെടിയണം, ദൂരെ കളയണം, പൂർണ്ണമായി വെടിയണമെന്ന് അങ്ങ് ഞങ്ങളോട് ആവശ്യപ്പെടുന്ന ഞങ്ങൾ കേൾക്കുന്നു കർത്താവേ.
ഈശോയെ, ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. പ്രകാശ നിറവിലേക്ക് നയിക്കണമേ. ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവികമല്ലാത്ത, ദൈവത്തിന് ആശീർവദിക്കാൻ പറ്റാത്ത എന്തെല്ലാം ഉണ്ട് അതെല്ലാം ഉപേക്ഷിക്കാനുള്ള കൃപയെ അനുഗ്രഹം നൽകണമേ. പൈശാചികമായ എല്ലാ ശക്തി സ്വാധീന ബന്ധനങ്ങളും എല്ലാവരും വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ശാരീരിക രോഗപീഠകളാൽ വലിയവർക്ക് സൗഖ്യം കൊടുക്കണമേ. ആത്മാവിൽ ഉണർവ് നൽകണമേ. ഈശോ, ഇവരുടെ കുടുംബങ്ങളെയും കൂട്ടായ്മകളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധ അമ്മേ, യേശുവിന്റെ അമ്മേ, ഞങ്ങളുടെ അമ്മയെ പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരെയും വിശുദ്ധീകരിക്കുകയും വഴി നടത്തുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു താവായി അഗ്നിയായി തന്നാത്മവർഷം. ഹല്ലേലൂയ, ഹോശാന സ്തോത്രഗീതിയ, എല്ലാരും വാഴ്ത്തുന്നൊരത്വൈകനാദം. സ്വർഗമാകി നിറഞ്ഞൊരു നാദം, പൊഴിയിൽ ജീവൻ പകർന്നൊരു നാദം, ചെങ്കടൽ രണ്ടായി പകുത്തൊരു നാദം, അന്നമായി മന്ന ഒഴിച്ചൊരു നാദം, മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരി ചൊരിഞ്ഞൊരു നാദം, ഒഴുകി ഒഴുകി ധരയിൽ നീല നീലെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം. ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവദാ